ഗൈസ്, നല്ലൊരു തേങ്ങ അരച്ച് വെച്ച അയലക്കറി ഉണ്ടാക്കിയാലോ? ഞങ്ങളുടെ കണ്ണൂർ ഭാഗത്തൊക്കെ വാളംപുളി ആട്ടോ ഉപയോഗിക്കാറ്, കൊടംപുളി അല്ല. ഇന്ന് നമുക്ക് കൊടംപുളി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. ഒരു ചട്ടി എടുക്കാം, അതിലോട്ടേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില. ഞാൻ കൊടംപുളി ഓൾറെഡി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തേങ്ങയുടെ ഒരു അരപ്പുണ്ടായിരുന്നു, അതായത് തേങ്ങ ചിരവിയതും പിന്നെ ഇച്ചിരി നല്ല ജീരകം, മഞ്ഞളും ഇട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുത്തിട്ട് അതുകൂടെ നമുക്ക് ആ ഒരു മിക്സിലേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അയല നമുക്ക് വൃത്തിയാക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മീനും നമ്മുടെ ആ ഗ്രേവിയൊക്കെ കൂടെ നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ ആരെങ്കിലും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തതുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്കൊരു കറിവേപ്പിലയും കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മുടെ അടിപൊളി തേങ്ങ അരച്ച അയലക്കറി റെഡി.